യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ 99.9 അല്ലെങ്കിൽ എന്താ പറയുക 100% നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിനുള്ള ഉത്തരം വെരി ക്ലിയർ, യെസ്. അപ്പൊ എന്താണ് അതിന്റെ ഓപ്ഷൻ എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതിന് പറയുന്നതാണ് CPT, കരിക്കുലർ പ്രാക്ടിക്കൽ ട്രെയിനിങ്. അപ്പോൾ ആ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പഠിക്കുന്നത്, നമ്മുടെ പ്രോഗ്രാം എന്താണോ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്, യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ഏത് പ്രോഗ്രാമിനാണോ നമ്മൾ എൻറോൾ ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ജോബ് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ CPT എന്നുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നമ്മളൊരു എംപ്ലോയറെ കണ്ടെത്തണം, അവിടെ അവരുടെ അടുത്ത് നമ്മുടെ CPT ആണെന്നുള്ളത് പറയണം. അപ്പോൾ അവർ നമുക്ക് ഓഫർ ലെറ്റർ തരും. ആ ഓഫർ ലെറ്റർ കൊണ്ടുവന്ന് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അത് വെരിഫൈ ചെയ്ത് അവർ നമുക്ക് ഒരു ടെമ്പററി CPT വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റുന്നത്. ഇനി നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് OPT എന്ന് പറയും, ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഇവിടെയാണ് നമുക്ക് ഒരു ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് നമ്മൾ മാറുന്നത്. ഒരു അവസരത്ത് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ കാലാവധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ CPT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് ഇപ്പോൾ 2 വർഷമാണെന്ന് വെച്ചാൽ 2 വർഷം നമ്മൾ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ എംപ്ലോയറിൽ ജോലി ചെയ്യാണ്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്കൊരു എംപ്ലോയർ ഉണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ, ഇല്ലേ? നമ്മളിപ്പോൾ CPT ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എംപ്ലോയർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതേ എംപ്ലോയറിൽ തന്നെ നമുക്ക് OPT ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ പറഞ്ഞു CPT എന്നുള്ളത് ഒരു പാർട്ട് ടൈം എന്ന് പറഞ്ഞു. OPT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ടൈം ജോബ് ആണ് നമുക്ക്. അപ്പൊ എന്താണ് പാർട്ട് ടൈം, ഫുൾ ടൈം ഒക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാൻ തോന്നുന്നു, എന്നാലും ഞാൻ പറയാം. പാർട്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മണിക്കൂർ വരെയുള്ള നമ്മുടെ ആക്ടിവിറ്റീസിനും, ഫുൾ ടൈം എന്ന് പറഞ്ഞാൽ 40 മണിക്കൂർ. ഓക്കെ, അതിനാണ് ഈ ഫുൾ ടൈം പാർട്ട് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ്, അതിനാണ് CPT. OPT എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നതാണ് OPT, ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. ഓക്കെ, OPTയിൽ തന്നെ ഒരു വിഭാഗമാണ് STEM എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം ഈ പറയുന്ന പോലെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള STEM റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു STEM എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനദർ 2 ഇയർ, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു OPT 1 ഇയർ ആണ്, അതിൻ്റെ കൂടെ നമുക്ക് 2 വർഷം കൂടി അത് നീട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ ടോട്ടൽ ഒരു 3 വർഷത്തെ വർക്ക് പെർമിറ്റ് നമുക്ക് കിട്ടും. തുടർച്ചയായിട്ട് നമുക്ക് ആ സമയത്ത് വർക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ നമ്മുടെ ടോട്ടൽ അക്കാഡമിക് ട്രാക്ക് നമ്മൾ പറയുന്നത്. അപ്പോൾ ബിഗിനിങ്ങിൽ നമ്മൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നു. അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വിസ എൻട്രിന് പോകാനായിട്ടുള്ള റിക്വയർഡ് ഡോക്യുമെന്റ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കളക്ട് ചെയ്യണം. അങ്ങനെ അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിസ എൻട്രിന് പ്രിപ്പയർ ചെയ്ത് വിസ എൻട്രിന് പോവുക. വിസ എൻട്രിന് പോയി വിസ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ വരിക. യൂണിവേഴ്സിറ്റിയിൽ വന്ന് എൻറോൾ ചെയ്യുന്ന സമയത്ത് എൻറോൾ ചെയ്തതിന് ശേഷം നമുക്ക് CPTക്ക് അപ്ലൈ ചെയ്യാം, പാർട്ട് ടൈം വർക്ക് പെർമിറ്റ്. അപ്പോൾ അത് നമുക്ക് 20 മണിക്കൂർ വരെ ജോബ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് OPT, ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫുൾ ടൈം ജോബ് ചെയ്യാനുള്ള അവസരം കിട്ടും. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന പ്രോഗ്രാം ഒരു STEM എക്സ്റ്റൻഷൻ ആണ് എന്നുണ്ടെങ്കിൽ, STEM നേരത്തെ പറഞ്ഞു സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്സ്. അപ്പോൾ STEM STEM റിലേറ്റഡ് ഒരു പ്രോഗ്രാം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് OPT നമുക്ക് 2 വർഷം കൂടി നീട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് 3 വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ അക്കാഡമിക് ട്രാക്ക്.